ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവാകാനുള്ള ആഗ്രഹം ട്രംപിനടുത്തിടെ വളരെ കൂടുതലാണ്. വെനസ്വേല, ഇറാൻ, ഗ്രീൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കെതിരായ സമീപകാല നടപടികൾ അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ജനുവരി 3-ന് US സൈനികർ വെനസ്വേലയ്ക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും തടവിലാക്കി. ഫെബ്രുവരിയിൽ ഇസ്രയേലുമായി ചേർന്ന് US ഇറാനിൽ സംയുക്ത ആക്രമണം നടത്തി. ഇത് അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ മരണത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ വെനസ്വേലയ്ക്ക് ശേഷം ഇറാനിലേക്കും ക്യൂബയിലേക്കും കണ്ണുവെച്ചിരിക്കുന്ന ട്രംപിന്റെ അടുത്ത ലക്ഷ്യം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ആകാമെന്ന് വിദേശകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വെനസ്വേല, ഇറാൻ, ഗ്രീൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്കെതിരായ സമീപകാല നടപടികൾ ട്രംപ് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഏറെക്കാലം അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയ രാജ്യത്തലവന്മാരെയാണ് ഇല്ലാതാക്കിയത്. ഇറാന് ശേഷം ക്യൂബയിലേക്കും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിലേക്കും അമേരിക്ക ലക്ഷ്യം വെക്കാമെന്ന് പറയുന്നു. ദി യൂറോ ഏഷ്യൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് വെനസ്വേലയിൽ നിന്ന് നിക്കോളാസ് മഡൂറോയെ പിടികൂടി പുറത്താക്കിയതും ഖമനേയി വധിക്കപ്പെട്ടതും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ശക്തിയെയും കഴിവുകളെയും എടുത്തു കാണിക്കുന്നു. ഇത് US എതിരാളികളായി കരുതുന്ന നിരവധി രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളിൽ ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. സിയോൾ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലെ വിശകലന വിദഗ്ധനായ ഗോ മോങ് ഹ്യൂൻ പറഞ്ഞു, എല്ലാറ്റിനുമുപരി നേതാവിനെ സംരക്ഷിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഭരണകൂടങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ട്രംപ് സൃഷ്ടിക്കുന്നത് എന്നും യൂറോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ശക്തനായ നേതാവിനെ ഇല്ലാതാക്കുകയോ വധിക്കുകയോ വികലാംഗനാക്കുകയോ ചെയ്യുമ്പോൾ ശത്രുവിന്റെ കഴിവുകൾ ഇല്ലാതാകുന്നുവെന്ന് ട്രംപ് കരുതുന്നു. അതിന്റെ ഫലമാണ് മഡൂറോയെ ജയിലിലടച്ചതും ഖമനേയെ ഇല്ലാതാക്കിയതെന്നും അമേരിക്കൻ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനായ റോബർട്ട് പേജ് പറഞ്ഞു. മുഅമ്മർ ഗദ്ദാഫിയും സദാം ഹുസൈനും ഈ പട്ടികയിലെ ചില പേരുകളാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ഡേവിഡ് ഇഗ്നേഷ്യസും എഴുതുന്നു. അതേസമയം അമേരിക്കയുടെ ഈ അധിനിവേശ തന്ത്രങ്ങൾ ഉത്തര കൊറിയയുടെ മണ്ണിൽ നടപ്പിലാകുമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വെനസ്വേലയിലോ ഇറാനിലോ കാണിച്ചതുപോലെയുള്ള സൈനികാഭ്യാസങ്ങൾ കിം ജോങ് ഉന്നിന്റെ കാര്യത്തിന് മുന്നിൽ പരാജയപ്പെടാനാണ് സാധ്യത. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ പൊരുതുന്ന ഒരു ജനതയാണ് ഉത്തര കൊറിയയിലുള്ളത്. അവരുടെ സൈനിക ശേഷിയും ആത്മവിശ്വാസവും തകർക്കാൻ അമേരിക്കയുടെ ഡിക്കാപിറ്റേഷൻ സ്ട്രാറ്റജിക്കൊന്നും സാധിക്കില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടലുകൾ വഴിയും മറ്റും ഭരണകൂടങ്ങൾ അസ്ഥിരപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും ആഭ്യന്തര ഭദ്രതയും സംരക്ഷിക്കുന്നതിൽ ഉത്തര കൊറിയ കാണിക്കുന്ന ജാഗ്രത ഏറെ ശ്രദ്ധേയമാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷ എന്നത് അതിന്റെ നേതൃത്വത്തിന്റെ കരുത്തിലും സുരക്ഷിതത്വത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഉത്തര കൊറിയൻ ഭരണ സംവിധാനം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നടക്കുന്ന അനാവശ്യമായ രാഷ്ട്രീയ നീക്കങ്ങളെയും ഇടപെടലുകളെയും കരുതലോടെ കാണുന്നത് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് അനിവാര്യമായ ഒരു പ്രതിരോധ തന്ത്രമാണ്. അതിനിടെ 5000 ടൺ ഭാരമുള്ള ചോഹ്യോൻ എന്ന ഭീമൻ പുത്തൻ പടക്കപ്പലിൽ നിന്ന് തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ച കിം കടലിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ഈ മിസൈലുകൾക്ക് ലക്ഷ്യം തെറ്റില്ലെന്നാണ് കിമ്മിന്റെ അവകാശവാദം. നാപ്പോ ഷിപ്പ്യാർഡിൽ നേരിട്ടെത്തിയ കിം ജോങ് ഉൻ കപ്പലിന്റെയും മിസൈലിന്റെയും പ്രകടനം കണ്ട് ഏറെ സംതൃപ്തനായി. രാജ്യത്തിന്റെ സമുദ്ര പരമാധികാരം സംരക്ഷിക്കുന്നതിൽ കഴിഞ്ഞ 50 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റമാണിതെന്നാണ് കിമ്മിന്റെ സർട്ടിഫിക്കറ്റ്. കപ്പലുകൾക്ക് മാത്രമല്ല നാവികസേനയ്ക്കും ആണവായുധങ്ങൾ നൽകാനുള്ള പണി പുരോഗമിക്കുകയാണെന്ന് കിം പ്രഖ്യാപിച്ചു. ഇനി കടലിനടിയിൽ നിന്നും മുകളിൽ നിന്നും ഒരേപോലെ പ്രഹരമേൽപ്പിക്കുമെന്ന് ചുരുക്കം. 2025 മെയ്യിൽ മറ്റൊരു യുദ്ധക്കപ്പൽ നീറ്റിലിറക്കിയപ്പോൾ ഉണ്ടായ വലിയൊരു പണി കിമ്മിന്റെ ഓർമ്മയിലുണ്ട്. അന്ന് കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് കിം ചൂടായിരുന്നു. ആ നാണക്കേട് മാറ്റാൻ കൂടിയാണ് ഇത്തവണ എല്ലാ പരീക്ഷണങ്ങളും കിം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.